ഇന്ന് എന്നോട് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് കേട്ടപ്പോ വല്ലാതെ വേദനിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, വീട്ടിലെ 2 സഹോദരങ്ങൾ നോമ്പ് നോക്കുന്നില്ല. നല്ല ആരോഗ്യമുണ്ട്, യാതൊരു കുറവുമില്ല, ഒരു ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്, ആ മക്കള്, അതെ ആ 2 സഹോദരങ്ങൾ, എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും നോമ്പ് നോക്കുന്നില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, വല്ല അതെ ഞാൻ ചിന്തിച്ചു പോയി, ആരോഗ്യപരമായ വല്ല പ്രശ്നങ്ങളുമുണ്ടോ? ഇല്ല, നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ നോമ്പ് നോക്കുന്നില്ല. എന്ത് മനുഷ്യന്മാരാണല്ലേ! അല്ലാഹ് അവരെ വെറുതെ വിടുമോ? അതല്ല എന്നെ വേദനിപ്പിച്ചത്. അതിനേക്കാളും വേദനയുള്ള ഒരു വാർത്ത, ആ 2 മക്കളുടെ ഉമ്മ മദനിയും കേൾക്കുന്ന ഉമ്മയാണത്രേ. ആ ഉമ്മ ഒരു നാണവുമില്ലാതെ പകൽ സമയങ്ങളിൽ നല്ല ഫുഡ് ഈ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചെറിയ കുട്ടികളല്ല, നല്ല ആരോഗ്യമുള്ള വലിയ മക്കളാണ്, അധ്വാനിക്കാൻ പ്രായമുള്ള മക്കളാണ്. ആ മക്കൾക്ക് ഉമ്മ ഈ പകൽ സമയങ്ങളിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമത്രേ. പച്ച ഹറാമല്ലേ, കടുത്ത ഹറാമല്ലേ. ഉമ്മ, നിങ്ങളുടെ നോമ്പും അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു നിങ്ങളുടെ നോമ്പും സ്വീകരിക്കൂല. കാരണം റമളാനിന്റെ പകൽ സമയങ്ങളിൽ അതെ നോമ്പ് നോക്കാൻ ആരോഗ്യമുള്ള, യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത മക്കൾക്ക് നോമ്പ് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാര് സൂക്ഷിച്ചോ, നിങ്ങൾ ചെയ്യുന്നത് കടുത്ത ഹറാമാണ് കേട്ടോ. നിങ്ങളുടെ നോമ്പും അല്ലാഹു സ്വീകരിക്കൂല. അത് മാസത്തോട് കാണിക്കുന്ന അനാദരവാണ്, ഈ മാസത്തോട് കാണിക്കുന്ന ബഹുമാനക്കുറവാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫയിൽ വളരെ വ്യക്തമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിന്റെ പകൽ സമയങ്ങളിൽ അതേ ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നത്, നോമ്പ് നോൽക്കാൻ ആരോഗ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഹറാമാണ് കേട്ടോ. അത് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒരു നാണവുമില്ലാതെ മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഉമ്മമാർ എവിടെയെങ്കിലും പോയി തിന്നട്ടെ അവര്. റമളാനിന്റെ പകൽ സമയങ്ങളിൽ നിങ്ങൾ നോമ്പ് നോക്കുക, എന്നിട്ട് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. കടുത്ത ഹറാമാണ്, അല്ലാഹു പൊരുത്തപ്പെടൂല. ഈ മാസത്തോട് കാണിക്കുന്ന അനാദരവാണ്. ഞാൻ പറഞ്ഞ വാചകം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത, നോമ്പ് നോക്കാൻ പൂർണ്ണമായി കഴിവുള്ള, ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ചെറിയ മക്കളുടെ കാര്യമല്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണ്, നോമ്പ് നോക്കാൻ കഴിയൂല, അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമില്ല. അവര് തീരെ നോമ്പ് നോക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവരുടെ മേൽ മുത്ത് കൊടുക്കണോ? അപ്പൊ നോമ്പ് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുത്ത് കൊടുക്കണം. അവരുടെ പേരിലുള്ള മുത്ത് വളരെ പെട്ടെന്ന് കൊടുത്തു വീഴണം. അത് പെന്തിക്കാൻ പാടുള്ളതല്ല, വളരെ പെട്ടെന്ന് കൊടുത്തു വീടുക, അർഹരായ ആളുകളുടെ കയ്യിലേക്ക് കൊടുത്തു വീഴണം. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. അതേ സമയത്ത് പുതിയ കോവിഡും അതുപോലെ തന്നെ തൊണ്ടവേദന, ശ്വാസമെടുക്കാൻ പ്രയാസം, നോമ്പ് നോക്കിയാൽ രോഗം കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാകുന്നവർ അവർ നോമ്പ് നോക്കേണ്ടതില്ല. രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല. അടുത്ത റമദാനിന് മുമ്പായിട്ട് ഖളാ വീട്ടിയാൽ മതി. ഇന്നൊരു സഹോദരി രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ ഞാൻ നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നുപോയി, രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്, സുബൈ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് ആ സഹോദരിക്ക് നീയത്ത് വെച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. ഇന്നലെ മദനിയത്തിൽ നമ്മൾ വെച്ചിരുന്നു. ആ സമയത്ത് ആ സഹോദരി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ നെറ്റിന്റെ എന്തോ പ്രോബ്ലം കൊണ്ട് അത് ആ സഹോദരിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ സഹോദരി നീയത്ത് മറന്നുപോയി.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നിയ്യത്ത് മറന്നു പോയ ആള് ഏതായാലും എന്റെ നിയ്യത്ത് എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ നന്നായി ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം അടിച്ചു മാറുകയാണോ വേണ്ടത്? അല്ല. അവരെന്ത് ചെയ്യണം? അവര് നോമ്പുകാരെ പോലെ നിൽക്കണം. അതാണ് അദബ്, അതാണ് ബഹുമാനം. നോമ്പുകാരനെ പോലെ നിൽക്കണം. എന്നിട്ട് നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അയാൾക്ക് റമദാനിൽ നോമ്പെടുത്ത കൂലിയുടെ പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ്. നിയ്യത്ത് മറന്നുപോയി, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. സുബഹിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് മറന്നുപോയാൽ ആളെന്താ ചെയ്യേണ്ടത്? ആ സമയം അത്രയും ഒരു നോമ്പുകാരനെ പോലെ നിൽക്കുക. അതാണ് അദബ്, ബഹുമാനം. അല്ലാതെ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു മാറുകയല്ല വേണ്ടത്, ഭക്ഷണം കഴിക്കുകയല്ല വേണ്ടത്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അദബാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുത് അദബാണ്. ഒരാൾ നോമ്പ് നോറ്റി റമദാൻ മാസത്തോടൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല അയാൾക്ക്. നോമ്പിന്റെ പവിത്രത അയാൾ കാത്തു സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നോമ്പ് നോക്കുന്നതോടൊപ്പം ഈ മാസം അല്ലാഹു ആദരിച്ച മാസമാണ്, അല്ലാഹു ബഹുമാനിച്ച മാസമാണ് എന്ന് മനസ്സിലാക്കി ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല.